ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന നല്ല കിടിലൻ ട്വിസ്റ്റുകളൊക്കെ നിറഞ്ഞ നല്ല അടിപൊളി എപ്പിസോഡിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അങ്ങനെ സച്ചിക്ക് വീണ്ടും ശ്രുതിയുടെ പാർലറിന്റെ ഓണറുടെ കോള് വരികയാണ് കേട്ടോ. അതായത് അവർക്കൊരു സ്ഥലം വരെ പോകണം. അതിനുവേണ്ടിയാണ് സച്ചി വിളിക്കുന്നത്. സച്ചിക്ക് അവരെ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ശ്രുതിയുടെ പാർലറിന്റെ യഥാർത്ഥ ഓണറാണ് എൻ്റെ കാറിൽ ഇപ്പോൾ ഇരിക്കുന്നത് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ ചിക്കി ചികഞ്ഞ് അന്വേഷിക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ സച്ചി. ആ പാർലറിനെ കുറിച്ച് ഒരു വ്യക്തത വരുത്തണമല്ലോ. അതിനുവേണ്ടി സച്ചി പല കാര്യങ്ങളും അവരോട് ചോദിക്കുന്നുണ്ട്. നല്ല മയത്തിലൊക്കെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കും സച്ചിയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ സച്ചി അവരുടെ നാവിൽ നിന്ന് തന്നെ സത്യങ്ങളെല്ലാം പകർത്തിയെടുക്കുന്നുണ്ട്. അവർ പറയുന്നതെല്ലാം ഫോണിൽ റെക്കോർഡ് ചെയ്യുകയാണ്. ശേഷം ഈ ഓഡിയോ വെച്ച് ശ്രുതിയെ ഒന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യാനൊക്കെ തീരുമാനിക്കുന്നുണ്ട് സച്ചി. സച്ചിയുടെ കയ്യിൽ ഈ വീഡിയോ ഉണ്ടെന്ന് ശ്രുതി എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശ്രുതി സച്ചി പറയുന്ന രീതിയിലൊക്കെ നിൽക്കുമല്ലോ. അത് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് സച്ചി അവർ പറയുന്നതെല്ലാം ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നത്. വീട്ടിലെത്തിയതിനു ശേഷം വീഡിയോ രേവതിയും കാണിച്ചു കൊടുക്കുന്നുണ്ട് സച്ചി. രേവതി ഇത് കാണിച്ചു കൊടുത്താലും ആരോടും പറയില്ല എന്നുള്ളൊരു ഉറപ്പുള്ളതുകൊണ്ടാണ് രവീന്ദ്രന് പുറമെ രേവതിയും കൂടെ സച്ചി ആ വീഡിയോ കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസം പതിവ് പോലെ സച്ചി ജോലിക്ക് പോകാനായിട്ട് മുറിയിൽ നിന്നും താഴേക്ക് സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരുന്ന സമയത്ത് ചന്ദ്രമതിയാണെങ്കിൽ രേവതി എങ്ങനെ ശകാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. രേവതിയോട് തട്ടിക്കയറിക്കൊണ്ട് പറയുന്നുണ്ട്, എടി രേവതി, നീ എന്തുകൊണ്ടാടി സുധിയുടെ ഡ്രസ്സ് മാത്രം അലക്കാത്തത്? നിനക്ക് എന്നെ അനുസരിക്കാൻ ഭാവമൊന്നുമില്ലല്ലേ? എന്തായാലും അങ്ങനെ നിന്നെ ഞാൻ എന്റെ വീട്ടിൽ പൊറുപ്പിക്കുന്നു നീ കരുതണ്ട. ഞാൻ പറയുന്നത് പോലെ നിന്ന് ഇവിടെ ജീവിച്ചില്ല എന്നുണ്ടെങ്കിലേ അടുത്ത ദിവസം നീ നിന്റെ വീട്ടിലെത്തും. നിന്നെയും സച്ചിയും തമ്മിൽ പിരിയിപ്പിക്കാനുള്ള എല്ലാ കുതന്ത്രങ്ങളും എന്റെ ഈ തലയിലുണ്ട്. എല്ലാത്തിലും അവൻ നിനക്ക് സപ്പോർട്ട് ഉണ്ടെന്നുള്ള അഹങ്കാരമല്ലേ നിനക്ക്? ഇതൊന്നും അധികകാലം ഉണ്ടാവില്ലടി. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടടി. ചന്ദ്രപതി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ സച്ചി അതും കേട്ടുകൊണ്ടാണ് വരുന്നത്. സച്ചി ഉടനെ തന്നെ പറയുന്നുണ്ട്, അല്ല ആരാ ഇതൊക്കെ പറയുന്നേ? അല്ലെങ്കിലും നിങ്ങൾ എത്ര വട്ടം ശ്രമിച്ചിട്ടുണ്ട് എന്നെയും രേവതിയും പിരിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് അത് വല്ലതും നടന്നോ? അതാണ് ആത്മാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്. നിങ്ങളുടെ പുന്നാര രണ്ട് ഓട്ടക്കാരി മരുമക്കളുണ്ടല്ലോ, അവരോടും കൂടെ പറ ഞങ്ങളുടെ സ്നേഹം കണ്ട് പഠിക്കാൻ. ചന്ദ്രമതി ഇതൊക്കെ കേട്ടിട്ട് പിന്നെ അവന്റെ ഒരു ഭാര്യ എന്ന് പറഞ്ഞ് സച്ചിയെ പുച്ഛിച്ച് സംസാരിക്കുന്നുണ്ട്. രേവതിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. രേവതി അതുകൊണ്ട് തന്നെ പറയും, അമ്മേ, സ്നേഹമുള്ള ഭർത്താക്കന്മാരെ അങ്ങനെ തന്നെയാ, അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പൊ സച്ചിയും, അച്ഛനെ അമ്മ എപ്പോഴും ശകാരിക്കുന്നതല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, അമ്മയുടെ സ്വഭാവം നല്ലതല്ലാത്തോണ്ട്. തന്നെ സച്ചിയും രേവതിയും ചേർന്ന് കുറ്റപ്പെടുത്തുന്നത് ചന്ദ്രമതിക്ക് സഹിക്കുന്നില്ല. സച്ചിയോട് കൈ ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട്, എടാ നീ രാവിലെ തന്നെ എന്നെ ദേഷ്യം പിടിപ്പിക്കാതെ ഇവിടുന്ന് കടന്നുപോ. സച്ചിയും വിട്ടുകൊടുക്കുന്നില്ല. സച്ചി പറയും, പിന്നെ നിങ്ങൾ പറയുമ്പോഴേക്കും ഞാൻ പോയി തരണോ? എന്റെ ഭാര്യയെ കൊണ്ട് നിങ്ങളുടെ സുധിയുടെ ഡ്രസ്സ് അലക്കിപ്പിക്കുമെന്നല്ലേ നിങ്ങൾ വലിയ കാര്യത്തിൽ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നത്? എങ്കിൽ നാളെ മുതൽ ഇവള് പുറത്താകുമെന്ന് അല്ലേ? എന്നാ പിന്നെ അത് കാണണമല്ലോ. രേവതി, നീ നാളെ മുതൽ അവന്റെയെന്നല്ല ഇവിടെയുള്ള ആരുടെയും തുണി അലക്കരുത്. എന്റെയോ അച്ഛന്റെയോ പോലും നീ അലക്കി തരണമെന്നില്ല. പറ്റുമെങ്കിൽ മാത്രം നീ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഞാൻ തന്നെ അച്ഛന്റെ വസ്ത്രം അലക്കി കൊടുത്തോളാം. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ സച്ചി രേവതിയോടായിട്ട് ഇങ്ങനെ പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, അതെന്താ സച്ചിയേട്ടാ അങ്ങനെ പറഞ്ഞത്? എനിക്ക് അച്ഛന്റെ വസ്ത്രം അലക്കുന്നതിൽ എന്തെങ്കിലും വിരോധം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നീട് സച്ചി പറയുന്നുണ്ട്, കേട്ടോ രേവതി, ഞാൻ നിന്നോട് ഇന്നു മുതൽ ഒരു കാര്യം പറയാം. നീ നിന്റെ ഭർത്താവ് പറഞ്ഞത് അനുസരിക്കുമല്ലോ അല്ലെ? രേവതി എന്താന്ന് ചോദിക്കുമ്പോൾ, അതായത് ഇന്നു മുതൽ ഇവിടുത്തെ ജോലികളൊന്നും നീ ചെയ്യരുത്. പ്രത്യേകിച്ച് ഇവിടുത്തെ ഓട്ടക്കാരുടെ അവരുടെ വസ്ത്രങ്ങളൊന്നും നീ അലക്കി കൊടുക്കേണ്ട കാര്യമില്ല. അവർക്കും ഉണ്ടല്ലോ കയ്യും കാലും ഒക്കെ, സമയമെടുത്ത് അവര് ചെയ്തോട്ടെ. ഇത് കേട്ട് രേവതി, അയ്യോ അത് പിന്നെ സച്ചിയേട്ടാ എന്ന് പറയുമ്പോഴത്തേക്കും, നീ ഇങ്ങോട്ട് ഇനി ഒന്നും പറയണ്ട. നിനക്കെന്താ എന്നെ അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ. രേവതി പറയും, അത് പിന്നെ സച്ചിയേട്ടാ വർഷയ്ക്കൊന്നും അലക്കാനൊന്നും അറിയില്ല. അപ്പൊ സച്ചി പറഞ്ഞു കൊടുക്കും, അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് പഠിക്കണം. എന്തായാലും സച്ചിയും രേവതിയും സംസാരിച്ചുകൊണ്ട് നിൽക്കവേ കൃത്യസമയത്ത് തന്നെ ശ്രുതിയും വർഷയും താഴോട്ട് ഇറങ്ങി വരുന്നുണ്ട്. കയ്യിൽ ഒരു ലോഡ് ഡ്രസ്സും കൊണ്ടാണ് അവർ വരുന്നത്. ശ്രുതി രേവതിയുടെ മുന്നിലേക്ക് ആ ഡ്രസ്സ് ഇട്ട് കൊടുത്തുകൊണ്ട് പറയുന്നുണ്ട്, രേവതി, ഇന്ന് കുറച്ചധികം തുണികൾ തന്നെ നനയ്ക്കാനുണ്ട്. പക്ഷേ ഇന്ന് പകുതി അലക്കാനും മതി, ബാക്കി പിന്നെ അലക്കാൻ മതി എന്നും പറഞ്ഞ് രേവതിയുടെ കൈകളിലേക്ക് അത് വെച്ചു കൊടുക്കുന്നതും സച്ചി ചോദിക്കുന്നുണ്ട്, അപ്പൊ ബാക്കിയോ? അല്ല, ഇത് ഒരു ലോഡ് തുണികളുണ്ടല്ലോ, അപ്പോ കുറച്ച് അലക്കി വരുമ്പോഴേക്കും കുറെ ദിവസം എടുക്കില്ലേ? സച്ചിയുടെ ആ വർത്തമാനം കേട്ട് ശ്രുതിക്ക് ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി പറയും, ദേ സച്ചി, ഇതേ ഞങ്ങള് പെണ്ണുങ്ങൾ തമ്മിലുള്ള കാര്യമാണ്, അതിനിടയിൽ നീ എന്തിനാ കയറി വരുന്നത്? എന്നാൽ സച്ചിയും വിട്ടുകൊടുക്കുന്നില്ല. സച്ചി പറയും, അതെ രേവതി എന്റെ ഭാര്യ, അവളെ വേലക്കാരിയാക്കുന്നത് നോക്കി നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല. നിങ്ങൾക്കൊക്കെ ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരു ജോലിക്കാരിയെ വെക്കുന്നേ. എന്തിനാ ഈ പാവത്തിനെ കൊണ്ട് എല്ലാ ചൂടും എടുപ്പിക്കുന്നത്? ഇവളും നിങ്ങളെ പോലെ പൂക്കടയിൽ ജോലിക്ക് പോകുന്നില്ലേ? വെറുതെ ഇരിക്കുന്നവളല്ല എന്റെ രേവതി. സച്ചി അങ്ങനെ തുറന്നടിച്ചു പറയുമ്പോഴത്തേക്കും ശ്രുതി കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, അതിന് ഇവള് പോകുന്ന പോലെ പൂക്കടയിലേക്കല്ല ഞങ്ങളൊന്നും ജോലിക്ക് പോകുന്നത് എന്നിങ്ങനെ
ആ സമയം സച്ചി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, മറ്റുള്ളവരുടെ കീഴിൽ ജോലിക്ക് പോയിട്ട് സ്വന്തം പാർലർ ഉണ്ടെന്ന് പറഞ്ഞ് വീമ്പിളക്കി നടക്കുക, ഇതൊന്നും ആരും അറിയില്ലെന്നാണോ ഭാവമെന്ന്. അതേസമയം വർഷയാണെങ്കിലും അലക്കാനുള്ള ഡ്രസ്സുകളെല്ലാം രേവതിയുടെ മുന്നിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. രേവതിയാണെങ്കിൽ മറുത്തൊന്നും പറയാതെ അവിടെ വച്ചോളാൻ തന്നെ അനുമതി കൊടുക്കുന്നു. അതും കൂടെ കാണുമ്പോഴത്തേക്കും സച്ചിക്ക് ഒന്നും കൂടെ ദേഷ്യം വരുന്നുണ്ട്. രേവതിയോട് തട്ടിക്കയറിക്കൊണ്ട് പറയാണ്, രേവതി ഞാൻ നിന്നോട് പറഞ്ഞതൊക്കെ നീ ഒരു സെക്കൻഡ് കൊണ്ട് മറന്നല്ലേ? അത് പിന്നെ സച്ചിയേട്ടാ, വർഷം ഒരു പാവം കുട്ടിയല്ലേ, അതാ ഞാൻ എന്നിങ്ങനെ പറയുമ്പോഴേക്കും രേവതിയോട് എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് സച്ചി. സച്ചിയെ കണ്ടിട്ട് രേവതിക്കും പേടിയാവുന്നു. അതുകൊണ്ട് തന്നെ വർഷയോടൊന്ന് നിൽക്കാൻ പറഞ്ഞ് വിളിക്കുകയാണ് രേവതി. വർഷയാണെങ്കിൽ എന്താ ഏട്ടത്തി എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ വർഷയെ എനിക്ക് അലക്കാനൊന്നും വയ്യ. വർഷയാണെങ്കിൽ കാര്യങ്ങളൊന്നും കേട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ രേവതിയോട് എന്തെങ്കിലും വയ്യായിക ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ശ്രുതിയാണ് മറുപടി കൊടുക്കുന്നത്, രേവതിക്ക് ഒരു വയ്യായികയില്ല വർഷേ, ഈ സച്ചിയ എല്ലാത്തിനും കാരണം. നമ്മുടെ ഒന്നും ഡ്രസ്സുകളെ ഇനി മുതൽ രേവതിയെ കൊണ്ട് അലക്കിപ്പിക്കരുത് പോലും. സച്ചിയാണെങ്കിലും ദേഷ്യത്തോടെ പറയും, അതെ അങ്ങനെ തന്നെയാ ഞാൻ പറയൂ, ഇനി മുതൽ ഈ വീട്ടിൽ ഒരാളുടെയും ഡ്രസ്സുകൾ രേവതി അലക്കില്ല. എന്റെ ഭാര്യയെ നിങ്ങളാരും ജോലിക്കാരി ആക്കുകയും വേണ്ട. നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഒരു ജോലിക്കാരിയെ വെച്ചോ, ആവശ്യത്തിലേറെ പണം നിങ്ങളൊക്കെ സമ്പാദിക്കുന്നുണ്ടല്ലോ, അപ്പൊ പിന്നെ ഒരു വേലക്കാരിയെ നിർത്താൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? സച്ചിയുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് വർഷ പറയുന്നുണ്ട്, രേവതിയോടായിട്ട് പറയുന്നുണ്ട്, ഏട്ടത്തി ഇതൊക്കെ ഏട്ടത്തിക്ക് ഒരു ഭാരം ആകുന്നുണ്ടോ എന്ന് ഞാൻ നേരത്തെ തന്നെ ചോദിച്ചതല്ലായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, സച്ചിയേട്ടൻ പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ ഒരു സെർവന്റിനെ വെക്കാം. എനിക്ക് വീട്ടുജോലികളൊന്നും അറിയാത്തത് കൊണ്ടായിരുന്നു ഞാനതെല്ലാം ഏട്ടത്തിയെ ഏൽപ്പിച്ചത്. കുഴപ്പമില്ല, ഇതെല്ലാം വാഷ് ചെയ്യാൻ ഞാൻ പുറത്തു കൊടുത്തോളാം. അതും പറഞ്ഞ് വർഷ അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് ചന്ദ്രമതി ആണെങ്കിലും മിണ്ടാതെ നോക്കി നിൽക്കുകയാണ് ദേഷ്യത്തോടെ. വർഷ വിഷമത്തോടെ പോകുന്നത് കണ്ടിട്ട് ചന്ദ്രമതിക്ക് സഹിക്കുന്നില്ല. ആ ദേഷ്യം കൂടെ രേവതിയുടെ നേർക്ക് എടുക്കുകയാണ്. എന്താടി നിന്റെ ഭാവം? ഇവൻ പറയുന്നത് കേട്ടിട്ട് തുള്ളാനാണോ നിന്റെ ഭാവം? സച്ചി ചന്ദ്രമതിക്കും കണക്കിന് കൊടുക്കുന്നുണ്ട്, ദേ എന്റെ ഭാര്യയുടെ അടുത്ത് ഇത്തരം സംസാരങ്ങളൊന്നും ഇനി സംസാരിക്കരുത്. ഇവൾ ഇതുവരെ ഇവരുടെ എല്ലാം വസ്ത്രങ്ങൾ അലക്കി കൊടുത്തിരുന്നു, എന്നാൽ ഇനി മുതൽ അത് ചെയ്യാൻ പറ്റില്ല, അത്രയേ ഉള്ളൂ കാര്യം. രേവതി നീ എന്റെ കൂടെ വരാൻ നോക്കി, ലേറ്റ് ആയിട്ടല്ലേ നീ എന്നും കട തുറക്കുന്നത്, എന്തെങ്കിലും കുറച്ച് നേരത്തെ തുറക്കാമെന്നും പറഞ്ഞ് സച്ചി രേവതിയെ കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുന്നുണ്ട്. എന്തായാലും രേവതിയെ കൊണ്ട് പണികളെല്ലാം ചെയ്യിപ്പിക്കാമെന്നുള്ള ശ്രുതിയുടെയും ചന്ദ്രമതിയുടെയും ആ വ്യാമോഹം സച്ചിയുടെ ഈ ഒരു ഇടപെടൽ കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സച്ചിയോടുള്ള ദേഷ്യം ഒന്നുകൂടെ ഇരട്ടിക്കുന്നുണ്ട് ചന്ദ്രമതിക്കും ശ്രുതിക്കും എല്ലാം. അതിനുശേഷം കാണിക്കുന്നത് സച്ചി പുറത്ത് കാറിന്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. അപ്പൊ തന്നെ സച്ചി ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ശ്രുതിയുടെ പാർലറിന്റെ ഓണറാണ് വിളിക്കുന്നത്. അവരൊരു സ്ഥലം പറഞ്ഞു കൊടുത്തിട്ട് സച്ചിയോട് വരാൻ പറയുന്നുണ്ട് ട്രിപ്പിന്. സച്ചി ആണെങ്കിൽ അങ്ങോട്ട് എത്താമെന്നും പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജംഗ്ഷനിലേക്ക് പോകുമ്പോൾ തന്നെ ഓട്ടത്തിന് വിളിച്ചിരിക്കുന്ന ആളെ കണ്ടിട്ട് സച്ചിക്ക് എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നുണ്ട്. ഇവരെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ, ഇവര് തന്നെയല്ലേ ഇപ്പോൾ എന്നെ വിളിച്ചത്, ഒന്നുകൂടെ വിളിച്ചു നോക്കാം എന്നും പറഞ്ഞ് സച്ചി ഫോൺ ചെയ്യുന്നുണ്ട്. ഫോൺ അവരെ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും, മാഡം ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, മാഡത്തിന്റെ മുന്നിൽ തന്നെ ഉണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ സച്ചിയെയും അവര് കാണുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ശേഷം അവര് സച്ചിയുടെ കാറിൽ കയറിയിരിക്കുന്നു. സച്ചി ചോദിക്കുന്നുണ്ട് ആ മാഡത്തിനോട് എങ്ങോട്ടാ പോകേണ്ടതെന്ന്. അത് പിന്നെ എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്, നീ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം എന്നവര് പറയുന്നത് കേട്ടിട്ട് അത് സമ്മതിച്ചുകൊണ്ട് സച്ചി കാർ എടുക്കുന്നുണ്ട്. അങ്ങനെ കാറ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ലേഡിക്കാണെങ്കിൽ പല ഫോൺ കോൾസും വരുന്നുണ്ട്. അവരതൊക്കെ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. സച്ചിയുടെ മനസ്സിലാണെങ്കിൽ ഇവരെ താൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, എവിടെയായിരിക്കും അത് എന്നിങ്ങനെയാണ്. എന്തായാലും കുറച്ച് ആലോചിച്ച് കഴിയുമ്പോഴത്തേക്കും സച്ചിക്ക് പിടി കിട്ടുന്നുണ്ട്. ഇവരെ താൻ വേറെ എവിടെയോ അല്ല കണ്ടത്, ശ്രുതിയുടെ പാർലറിന്റെ യഥാർത്ഥ ഓണറാണ് ഇവര് എന്ന കാര്യം സച്ചി മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില സത്യങ്ങളൊക്കെ ഇവരുടെ വായിൽ നിന്നും എനിക്ക് അറിയാനുണ്ട്, ഒന്ന് മയത്തിൽ ഇവരോട് സംസാരിച്ച് നോക്കാം എന്നും കരുതി സച്ചി അവരോട് ചോദിക്കുകയാണ്, മാഡം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്നിങ്ങനെ പറയാൻ പറയുന്നുണ്ട് കേട്ടോ അവര്. അപ്പൊ സച്ചി പറയും, മാഡം എന്റെ കാറിൽ മുമ്പ് കയറിയിട്ടില്ലേ? അവരാണെങ്കിൽ ഈ കാറിലോ? ഇല്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോഴേക്കും, ഉണ്ട് മാഡം, ഇതിനു മുമ്പ് മാഡത്തിന് ഒരു ആവശ്യം വന്നപ്പോ മാഡത്തിന്റെ പാർലർ വരെ ഞാൻ കൊണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അന്ന് എന്റേത് വേറൊരു കാറായിരുന്നു, ഇപ്പൊ ഞാൻ കാറ് മാറ്റിയെന്നേ ഉള്ളൂ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും അവരാണെങ്കിലും സച്ചിയെ താൻ ഓർക്കുന്നുണ്ട് എന്ന് തന്നെയാണ് മറുപടി കൊടുക്കുന്നത്. തുടർന്ന് സച്ചി പറയും, മാഡം ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ? അത് പിന്നെ മാഡത്തിന്റെ പേഴ്സണൽ കാര്യത്തിൽ കയറി ഇടപെടുകയാണെന്നൊന്നും തോന്നരുത്, വേറൊന്നും കൊണ്ടല്ല, ഞാനൊരു ഡ്രൈവറാണല്ലോ. അല്ല മാഡത്തിന്റെ ഈ ബ്രാൻഡ് തന്നെയാണോ ഈ ഗ്രീൻ ബ്രാൻഡ്? അതേന്നും എന്റെ ബ്രാൻഡ് തന്നെയാണെന്നും എനിക്ക് ഇവിടെ മാത്രമല്ല 1-2 സ്ഥലത്ത് കൂടെ വേറെ ഉണ്ട് എന്ന് സച്ചിയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ ആ ലേഡി.
ആ സമയത്താണ് അവരെ ശ്രുതി കോൾ ചെയ്യുന്നത്. അക്കൗണ്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ ഞാൻ മറ്റന്നാൾ പാർലറിൽ വന്നോളാമെന്ന് ശ്രുതിയോട് ഇവർ പറയുന്നത് സച്ചി കേൾക്കുന്നുണ്ട്. അതുകൂടെ ആകുമ്പോഴത്തേക്കും സച്ചിക്ക് ഉറപ്പാവുകയാണ് ശ്രുതി അവിടുത്തെ വെറും ഒരു ജോലിക്കാരിയാണെന്നുള്ള കാര്യം. സച്ചി പിന്നീട് പറയുന്നുണ്ട് കേട്ടോ, ശ്രുതി എന്റെ റിലേറ്റീവ് ആണെന്നും എന്റെ ചേട്ടന്റെ ഭാര്യയാണെന്നുള്ള ഒരു കാര്യം. ഇതറിഞ്ഞിട്ടും ആ മാഡം ഒന്നും മിണ്ടുന്നില്ല. കാരണം സച്ചി പറഞ്ഞതിന് അത്ര ഉറപ്പൊന്നും ഇല്ലല്ലോ. താൻ പറഞ്ഞത് ഈ മാഡത്തിന് വിശ്വാസമായിട്ടില്ലെന്ന് സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സച്ചി ഫാമിലി ഫോട്ടോ എടുത്ത് അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർക്കും മനസ്സിലാവുന്നുണ്ട് സച്ചിയുടെ ഏട്ടന്റെ ഭാര്യയാണ് ശ്രുതി എന്നുള്ള കാര്യം. എന്നിട്ട് പറയും, ഞാൻ ആകെ ഷോക്കായി പോയി. അല്ല, ശ്രുതി എങ്ങനെയാ നിങ്ങളുടെ ഏട്ടന്റെ ഭാര്യയായി വന്നത്? ശ്രുതി അത്യാവശ്യം പണമുള്ള വീട്ടിലെ കുട്ടിയല്ലേ? ഇതേ സമയം സച്ചി അവർക്ക് പറഞ്ഞു കൊടുക്കും, അത് പിന്നെ മാഡം എന്റെ വീട്ടിൽ അത്യാവശ്യം പണമൊക്കെ ഉണ്ട്, പക്ഷെ എന്റെ പ്രൊഫഷൻ ഇതാണെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഡ്രൈവിംഗ് ജോലി, അതുകൊണ്ട് ഞാനിത് തെരഞ്ഞെടുത്തു. അപ്പൊ അവരും പറയുന്നുണ്ട്, ഓ അങ്ങനെയാണോ, ഇങ്ങനെ വ്യത്യസ്തനായ ഒരാളെ ഞാനും ആദ്യമായിട്ട് കാണുക. അല്ല എന്നാലും ഇത്രയൊക്കെ പണം ഉണ്ടായിട്ടും മറ്റുള്ളവരുടെ സൗകര്യത്തിനനുസരിച്ച് എങ്ങനെയാ ജോലി ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ആ ലേഡി ചോദിക്കുമ്പോൾ, ഓ അതൊന്നും വലിയ കാര്യമല്ല മാഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി തന്റെ ഫോണിലെ ക്യാമറ അങ്ങോട്ട് ഓൺ ചെയ്ത് വെക്കും. ഇവരിനി പറയാൻ പോകുന്നതെല്ലാം സച്ചിക്ക് റെക്കോർഡ് ചെയ്യണമായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് സച്ചി ക്യാമറയും ഫോണും ഒക്കെ ഓൺ ആക്കിയിട്ട് അവരിയ്ക്കുന്ന സ്ഥലത്തിലേക്ക് അവരറിയാതെ തിരിച്ചു വെക്കുന്നത്. പക്ഷെ അവരോട് സച്ചി ചോദിക്കുന്നുണ്ട്, മാഡത്തിന് സ്ഥലത്തിന് വല്ല ആവശ്യമുണ്ടോന്ന്? ഞങ്ങളുടെ അടുത്ത് ഒരു 3 ഏക്കർ സ്ഥലം വിൽക്കാനുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഏർപ്പാടാക്കാം എന്നൊക്കെ സച്ചി ഇങ്ങനെ വെച്ച് കാച്ചുന്നു. ആ മാഡം ആണെങ്കിലും സച്ചിയെ തന്നെ ഇങ്ങനെ ഉറ്റുനോക്കി നിൽക്കുകയാണ്. സച്ചി എന്തോ വലിയൊരു സംഭവമാണെന്നൊക്കെ കരുതിക്കൊണ്ട്. എന്നിട്ട് പറയും, 3 ഏക്കറോ, അതെവിടെയാ? നല്ല സ്ഥലമാണെങ്കിൽ നമുക്ക് നോക്കാം, പിന്നെ മെയിൻ റോഡ് ടച്ച് ചെയ്ത് പോകണം, അത് അത്യാവശ്യമാണ്. സച്ചി അപ്പൊ പറയുന്നുണ്ട്, എല്ലാ ഗുണങ്ങളുള്ള നല്ല കൃഷി വരെ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് മാഡം, പിന്നെ അതിലൊരു ഭാഗം ശ്രുതിക്ക് കൊടുക്കാൻ വെച്ചേക്കുക. ശ്രുതിയാണെങ്കിൽ അവിടെ ഒരു പാർലറൊക്കെ തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതങ്ങോട്ട് കേൾക്കുന്നതും ആ മാഡം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ, ഓ അപ്പൊ ശ്രുതിക്ക് അവിടെ പാർലറൊക്കെ തുടങ്ങി എനിക്ക് പാര പണിയാനുള്ള ശ്രമമാണ് എന്നിങ്ങനെ. ശേഷം സച്ചി ചോദിക്കുന്നുണ്ട്, ശ്രുതിക്ക് ഇപ്പൊ പാർലർ എന്താണ് ജോലിയെന്ന്. ആ മാഡം പറഞ്ഞു കൊടുക്കും, അവൾക്ക് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന ജോലിയാ, പിന്നെ VIP കസ്റ്റമേഴ്സ് ഒക്കെ വരികയാണെങ്കിൽ ഒന്ന് ഹാൻഡിൽ ചെയ്യണം. മാഡം ശ്രുതിയുടെ പാർലർ ആയിരുന്നല്ലോ അത് മുമ്പ്, പിന്നീട് അത് മാഡത്തിന് വിറ്റതായിരുന്നു അല്ലേ? അതേന്ന് പറയുന്നുണ്ട് മാഡം. അവൾക്ക് നല്ല ടാലന്റ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ച് അവളെ അവിടെ തന്നെ നിർത്തിയതാ. ഓ അങ്ങനെയാണല്ലേ, പിന്നെ മാഡം ഇപ്പൊ ആ പാർലർ വാങ്ങിയിട്ട് ഏകദേശം എത്ര നാളായി എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ കുറച്ചു മാസങ്ങളായെന്ന് പറയുന്നുണ്ട് അവര്. എന്തായാലും ശ്രുതി ആ പാർലറിലെ വെറും ഒരു ജോലിക്കാരിയാണെന്നുള്ള കാര്യം അവരുടെ നാവിൽ നിന്ന് തന്നെ സച്ചി കേൾക്കുകയും അതെല്ലാം ഫോണിൽ റെക്കോർഡ് ചെയ്ത് എടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും എനിക്കിപ്പോ കിട്ടിയിരിക്കുന്ന ഒരു ബമ്പർ ലോട്ടറി ആണെന്നും ഈ വീഡിയോ വെച്ചുകൊണ്ട് ഞാൻ അവളെ വരച്ച വരയിൽ നിർത്തും. പൗഡറേട്ടത്തി ഇപ്പൊ എടുത്ത് അണിഞ്ഞിരിക്കുന്ന ആ മുഖംമൂടി ഉണ്ടല്ലോ, അത് ഞാൻ വലിച്ചു കീറാൻ പോവുക എന്നെല്ലാം മനക്കോട്ട കെട്ടുന്നുണ്ട് സച്ചി. ശേഷം സന്തോഷത്തോടെ വീട്ടിൽ ചെന്നിട്ട് രേവതിയോടായിട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല രേവതി, ആ പൗഡറേട്ടത്തിയെ പറ്റി നിനക്ക് എന്താ അഭിപ്രായം? പൗഡറേട്ടത്തിയെ കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നത് എന്നല്ല ഇങ്ങനെ ചോദിക്കുമ്പോ രേവതി പറയുന്നുണ്ട്, ശ്രുതിയെ കണ്ടിട്ട് എനിക്കൊരു മനുഷ്യ സ്ത്രീ ആയിട്ട് തോന്നുന്നു എന്ന്. എന്റെ രേവതി, അതല്ല ഞാൻ ചോദിച്ചത്, നിനക്ക് എന്താ പൗഡറേട്ടത്തിയെ പറ്റിയുള്ള അഭിപ്രായം എന്നാ. ഓ അങ്ങനെ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല എന്ന് രേവതി പറയുന്നത് കേട്ടിട്ട് അവരൊരു കള്ളിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് സച്ചി ചോദിക്കുമ്പോ ഇല്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ രേവതി. എന്നാലേ അവളൊരു പെരും കള്ളിയാ. സച്ചിയുടെ ആ വർത്തമാനം കേട്ട് രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട്. സച്ചിയോട് ഇന്ന് മദ്യപിച്ചിട്ടുണ്ടോ എന്ന് വരെ ചോദിക്കുന്നുണ്ട് രേവതി. എന്നാൽ സച്ചി അപ്പോഴും പറയും, എന്റെ രേവതി, ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല, പിന്നെ ശ്രുതിയെ പറ്റി പറഞ്ഞതേ സത്യം തന്നെയാ, അവളൊരു പെരും കള്ളിയാ. ആദ്യം ഞാൻ നിനക്കൊരു വീഡിയോ കാണിച്ചു തരാം. ഇതും പറഞ്ഞുകൊണ്ട് സച്ചി ആ റെക്കോർഡ് ചെയ്ത ആ വീഡിയോ ഉണ്ടല്ലോ അത് രേവതി അങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. രേവതി ആണെങ്കിൽ ആ വീഡിയോ ഇരുന്ന് കാണുന്നുണ്ട്. ശ്രുതിയെ പറ്റിയുള്ള ആ സത്യങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോൾ രേവതി ആണെങ്കിൽ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്തായാലും പിന്നീട് അങ്ങോട്ട് ഓരോരുത്തരായി ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു കിടിലൻ എപ്പിസോഡുകളൊക്കെയാണ് വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്